ആ ഫ്ളാറ്റിന്റെ പരിസരത്ത് എന്നും ഒരു പൂച്ച പാൽ കുടിക്കാൻ എത്തുമായിരുന്നു. ആദ്യം തോന്നിയത് എന്നും പാൽ കുടിക്കാൻ ഫ്ളാറ്റിന്റെ പരിസരത്ത് വരുന്ന പൂച്ച വണ്ടിയിടിച്ചു കിടക്കുന്നതാവാമെന്നാണ്. പിന്നെ തോന്നിയത് ആരോ ഉപേക്ഷിച്ച് ചുവന്ന നിറത്തിലുള്ള ഒരു പാവ ആയിരിക്കാമെന്നും. ജിത്തിന് ഇപ്പോഴും കണ്ണിൽ നിന്നും മായുന്നില്ല ആ ചിത്രം. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ആദ്യം കണ്ട ജിതിൻ ആ കാഴ്ച പോലീസിനോട് വിവരിച്ചത് ഇങ്ങനെയാണ്. അടുത്ത് ചെന്നപ്പോഴുള്ള കാഴ്ച അതിപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല. നല്ല ആരോഗ്യമുള്ള ആൺകുഞ്ഞിന്റെ ചോര പുരണ്ട മൃതദേഹം. വരിഞ്ഞു മുറുക്കാൻ ഉപയോഗിച്ചതുപോലെ കഴുത്തിൽ നീലയും വെള്ളയും നിറത്തിലുള്ള തുണിയുടെ കുരുക്ക്. അപ്പോഴേക്കും പോലീസ് എത്തി. ദേഹത്ത് കറുത്ത പാട് പോലെ എന്തോ ഒന്ന് കണ്ടിരുന്നു. പിന്നീട് പോലീസാണ് പറഞ്ഞത് വാഹനത്തിന്റെ ടയറിന്റെ പാടായിരിക്കാമെന്ന്. കുഞ്ഞ് താഴെ വീണയുടൻ എതിർവശത്തുള്ള റോഡിൽ നിന്നൊരു വാഹനം റോഡിലൂടെ പോയതായും ജിതിൻ ഓർമ്മിച്ചു. ഈ വിവരം ജിതിൻ പോലീസിനോട് പറഞ്ഞു. കേൾക്കുമ്പോൾ പോലും സഹിക്കാനാവാത്ത ഒരു വിശദീകരണം. കേരളം കണ്ട മറ്റൊരു ക്രൂരത. അതിനായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി സാക്ഷ്യം വഹിച്ചത്. ഓരോ ഫ്ളാറ്റുകളും കയറി പരിശോധിക്കുമ്പോൾ 5ാം നിലയിലെ ആ ഫ്ളാറ്റിൽ നിന്നും കിട്ടിയ ഒരു പ്രത്യേക ഗന്ധം. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന മട്ടിലിരുന്ന പെൺകുട്ടി. ഇതൊക്കെ പോലീസിന്റെ കേസിന് വഴിത്തിരിവായി. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 മണിക്കൂറിൽ കേരള ജനതയ്ക്ക് വിശദാംശങ്ങൾ നൽകിയ കൊച്ചി പോലീസിനും ACP രാജ്കുമാറിനും ഇത് ശിരസിൽ ഒരു പൊൻതൂവൽ കൂടിയാണ്. തെറ്റായ വിവരങ്ങളിൽ നിന്ന് അന്വേഷണം തുടങ്ങിയ പോലീസ് സംഘം വെറും 3 മണിക്കൂറിലാണ് പ്രതിയെ പിടിച്ച് കേരളത്തിന് മുന്നിൽ നിർത്തിയത്. രാവിലെ 8:30യോടെയാണ് തുടക്കം. തെറ്റായ വിവരമാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് ആദ്യം പോലീസിന് കിട്ടിയത്. ഫ്ളാറ്റിലെ താമസക്കാരിൽ ഗർഭിണികൾ ആരുമില്ല എന്നും തുറന്നു കിടന്ന ഗേറ്റിലൂടെ ആരോ ഉള്ളിൽ പ്രവേശിച്ച് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതാകാമെന്നുമായിരുന്നു ആദ്യം മൊഴി നൽകിയവർ പറഞ്ഞത്. എന്നാൽ കൊച്ചി പോലീസ് അതിനു പിന്നാലെ പോയില്ല. പോലീസ് സംഘം ഓരോ ഫ്ളാറ്റിലായി കയറി പരിശോധന തുടങ്ങി. അതിനൊപ്പം CCTV ദൃശ്യങ്ങളിലേക്കും കണ്ണെത്തി. അതിൽ നിന്നാണ് കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ദൃശ്യം ലഭിച്ചത്. 8:14 അപ്പോഴത്തെ സമയം. തറയിൽ വീണതിനു ശേഷം കുഞ്ഞിനെ പൊതിഞ്ഞ കവർ മുകളിലേക്ക് അല്പം ഉയർന്ന് വീണ്ടും നിലം പതിക്കുന്നത് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടു. 1-2 നിലകളിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. കുറച്ചുകൂടി ഉയരത്തിലുള്ള ഫ്ളാറ്റിൽ നിന്നാകാം എന്ന നിഗമനത്തിലായി പോലീസ്. ഏറ്റവും ഉയരത്തിലുള്ള 7ാം നിലയിൽ നിന്ന് താഴേക്ക് അന്വേഷണം തുടങ്ങി. 7ാം നിലയ്ക്ക് മുകളിലെ ടെറസിലേക്ക് എത്താൻ കഴിയുന്നത് ആർക്ക് എന്നും പരിശോധിച്ചു. പിന്നെ പതിയെ ഓരോ നിലയായി താഴേക്ക്. ഫ്ളാറ്റിലെ താമസക്കാരിൽ നിന്ന് ആരിൽ നിന്നും സഹായകരമായ വിവരങ്ങൾ കിട്ടിയില്ല. അറസ്റ്റിലായ യുവതിയുടെ 5ാം നിലയിലെ ഫ്ളാറ്റിലും പോലീസ് എത്തി. മാതാപിതാക്കളാണ് സംസാരിച്ചത്, കൂടെ മറ്റൊരു സ്ത്രീയും. എന്നാൽ പെൺകുട്ടി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. അതിൽ പോലീസിന് അസ്വാഭാവികത തോന്നി. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും പോലീസ് വീട്ടുവാതിൽക്കൽ എത്തിയിട്ടും യാതൊരു പ്രതികരണവുമില്ലാതെ ഇരിക്കുന്ന യുവതിയിലേക്ക് ആദ്യ സംശയം. പ്രത്യേക തരത്തിലുള്ള ഗന്ധവും ആ റൂമിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉറപ്പിക്കത്തക്ക തെളിവൊന്നുമില്ല. കൂടുതൽ ചോദ്യം ചെയ്തില്ല. യുവതി മനോവൈകല്യമുള്ള ആളല്ല എന്നുറപ്പിച്ച് വീണ്ടും താഴേക്ക് പോലീസ് ഇറങ്ങി. എറിഞ്ഞാൽ തെക്കുവശത്തെ റോഡിലേക്ക് വീഴാൻ തക്ക ബാൽക്കണിയുള്ള ഫ്ളാറ്റുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. താമസക്കാരിൽ തന്നെ പോലീസ് സംശയമുറപ്പിച്ചു. ഇതിനൊപ്പം കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആമസോൺ കൊറിയറിന്റെ കവറിലെ വിലാസം കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ടായിരുന്നു. കവറിലെ വിലാസം രക്തം പുരണ്ട ഏതാണ്ട് മറഞ്ഞ നിലയിൽ. അതിലെ ബാർകോഡിന്റെ പരിശോധനയിലൂടെ വിലാസം കിട്ടി. അത് 5ാം നിലയിൽ പ്രത്യേക തരത്തിലുള്ള ഗന്ധം തങ്ങി നിന്ന ഫ്ളാറ്റിൻ്റെതായിരുന്നു. തുമ്പ് കിട്ടിയ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വെറും 15 മിനിറ്റിനുള്ളിൽ യുവതിയുടെ കുറ്റസമ്മതം. അപ്പോൾ സമയം 11:30. പ്രസവം നടത്തിയ കുളിമുറി കഴുകി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും രക്തത്തുള്ളികൾ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടി കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റം ഉറപ്പിച്ചു. ചുവപ്പ് നിറമുള്ള പാവക്കുട്ടിയെ പോലെയായിരുന്നു ആദ്യം കണ്ടവർക്ക് ആ ചോരക്കുഞ്ഞ്. അടുത്തേക്ക് ചെന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. എത്രയോ മൃതദേഹങ്ങൾക്ക് അരികെ നിന്ന അനുഭവമുള്ള പോലീസിന്റെ ഫോട്ടോഗ്രാഫർക്ക് പോലും കാഴ്ചയിൽ കൈവിറച്ചത്രേ. പെൺകുട്ടി മാനഭംഗത്തിനിരയായ ഒരാളാണ്. അതുകൊണ്ട് പേരോ മറ്റു കാര്യങ്ങളോ വെളിപ്പെടുത്താനാകില്ല. പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. 5 മണിയോടെയായിരുന്നു പ്രസവം. അതിനുശേഷം 8 മണി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞത്. മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല. പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഗർഭിണിയായിരുന്നുവെന്ന് പോലീസിന് മുൻപാകെ യുവതി നടത്തിയ കുറ്റസമ്മതത്തിൽ നിന്നാണ് വീട്ടിലുണ്ടായിരുന്നവർ അറിഞ്ഞത്. അതിന്റെ ആഘാതം ഇരട്ടിയാക്കിക്കൊണ്ടായിരുന്നു കൊലപാതക വിവരം പുറത്തുവന്നത്. ഇതോടെ നിലവിളിക്കാൻ പോലുമാകാതെ ആ അച്ഛനമ്മമാർ തളർന്നിരുന്നു. മറ്റു മുറികളിൽ നിന്ന് വേറിട്ടാണ് യുവതിയുടെ മുറി. ഒഴിഞ്ഞ ഇടമാണിത്. അതുകൊണ്ട് മുറിയിൽ സംഭവിച്ചതൊന്നും മറ്റുള്ളവർ അറിഞ്ഞില്ല. കുറ്റം സമ്മതിച്ചതോടെ യുവതി ഫ്ളാറ്റിൽ നിന്ന് ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കണ്ടായിരുന്നു പോലീസ് നീക്കം. പുറത്തേക്ക് ചാടാനുള്ള 3 വഴികളും അടച്ചുകൊണ്ട് പോലീസ് കാവൽ നിന്നു. എല്ലാ മുറികളും അടച്ചിട്ട് അതിനു മുന്നിലും പോലീസ് നിരന്നു. യുവതിയെ ആശുപത്രിയിലേക്ക് നീക്കിയതുപോലും തന്ത്രപരമായിട്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകളെല്ലാം. ഈ സമയം നോക്കി യുവതിയെ പുറത്തിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു.
സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി സംസ്ഥാനം വിട്ട ബീഹാർ റോബിൻഹുഡിനെ 14 മണിക്കൂറിനുള്ളിൽ കുടുക്കിയ സൗത്ത് ACP പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വെള്ളിയാഴ്ച കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിലെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി വന്നത് വെറും 3 മണിക്കൂർ. പനമ്പിള്ളി നഗറിൽ പിഞ്ചുകുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന കേസിലെ അതിവേഗ അന്വേഷണം കൊച്ചി പോലീസിന്റെ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയായി. തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നുണ്ടായ സംഭവം അറിഞ്ഞ് 15 മിനിറ്റുകൾക്കുള്ളിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. തൊട്ടു പിന്നാലെ ACP രാജ്കുമാറും ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് CI പ്രേമാനന്ദകുമാറും പാലാരിവട്ടം CI റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇക്കുറി SP-ക്കൊപ്പം ഉണ്ടായിരുന്നത്. നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. സംഭവസ്ഥലം ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സന്ദർശിച്ചു. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ സജ്ജമാക്കിയ സാഹചര്യത്തിൽ കൊലപാതകം ഏറെ ഗൗരവമുള്ളതാണെന്നാണ് കമ്മീഷന്റെ നിരീക്ഷണം. ന്യൂസ് ഡെസ്ക് കർമാനസ്.